വിദേശ രാജ്യങ്ങളിലുള്ള കുറേ സഹോദരങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മക്കളുടെ ആവശ്യങ്ങൾ ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന ഒരു കുടുംബം, ഇംഗ്ലണ്ടിലെത്തിയിട്ടും 1 വർഷത്തിലധികമായി ജോലിയില്ലാതെ വേദനിക്കുന്ന ഒരു സഹോദരൻ, അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ ക്ലേശത്തിലും മക്കളുടെ അസുഖത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ക്ലേശം അനുഭവിക്കുന്ന മറ്റൊരു കുടുംബം, ജോലിയിൽ ഭയങ്കര പ്രഷറും എല്ലാവരോടും ദേഷ്യവും അസ്വസ്ഥയും അനുഭവപ്പെടുന്ന മറ്റൊരു സഹോദരി. നാഥ, ഇവരെല്ലാവരെയും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അവരുടെ മേൽ പ്രത്യേകമായ കരുണ വർഷിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് സംബന്ധമായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവിധ രോഗത്താൽ വേദനിക്കുന്ന അനേക കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ബലഹീനമാക്കപ്പെട്ട അവയവത്തെ ബലം കൊടുക്കേണ്ടത് മറ്റുള്ള അവയവങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനഭാഗം റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നമ്മൾക്ക് പലരോടും സ്നേഹമുണ്ട്. മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, ബന്ധുമിത്രാദികളോട്, നമ്മളുമായി കണ്ടുമുട്ടുന്നവർ, നമ്മൾക്ക് മുമ്പേ ഈ ലോകത്തുനിന്ന് വേർപിരിഞ്ഞവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ മറ്റു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളവരെ കണ്ടിട്ടില്ല. പക്ഷെ അവരും ദൈവമക്കളാണ്, അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നൊരു തീക്ഷ്ണത നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നമ്മൾ സ്നേഹിക്കുന്നത് ഈശോമിശിഹായെ സ്നേഹിച്ചതുപോലെ നിഷ്കളങ്കമായ സ്നേഹമാണ്. എല്ലാവരും നേടിയെടുക്കുവാനും എല്ലാവരും സന്തോഷവും സൗഭാഗ്യവും അനുഭവിച്ച് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കണമെന്നും അവരും അവരുടെ തലമുറകളും അനുഗ്രഹം പ്രാപിക്കണമെന്നും ആഗ്രഹിച്ചാണ് മിശിഹ നമ്മളിലേക്ക് ഇറങ്ങി വന്നത്. ആ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തുടർന്ന് നമ്മൾ പറയുകയാണ്, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. തിന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കണം. നന്മയെ മുറുകെ പിടിക്കണം. തുടർന്ന് പറയാണ്, നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. ഇപ്പോൾ സഹോദരതുല്യം സ്നേഹിക്കുവിൻ. ഇന്ന് സഹോദരയിടയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒന്നിനെ കണ്ടുകൂടാത്തതും പാരവെക്കുന്നതും തളർത്തിക്കളയുന്നതും ജീവിക്കാൻ പോലും സാഹചര്യം കൊടുക്കാതെ നിൽക്കുന്ന ചില വ്യക്തികളെയും സമൂഹങ്ങളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ചുറ്റും വന്ന് കണ്ണോടിച്ചാൽ നമുക്കിതെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. പിന്നെ എന്താണ് ഈ സഹോദരതുല്യം എന്ന് പറയുന്നത്? യഥാർത്ഥമായ സഹോദരന്റെ പ്രത്യേകത 3-4 കാര്യങ്ങളാണ്. 1, അവർ നിഷ്കളങ്കമായി സ്നേഹിക്കും. 2, സഹോദരനെ തിന്മയായിട്ട് പറയുകയും നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സഹോദരന് വേണ്ടി ഭാരം വഹിക്കുവാൻ ഞാൻ തയ്യാറാകും. അവൻ അവശതയിലാണെങ്കിൽ, ശാരീരികപരമായും സാമ്പത്തികപരമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മാനസികമായ ക്ലേശം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിക്ക് എനിക്ക് ആകാവുന്ന രീതിയിൽ വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്യും. അതാണ് പരസ്പരം ഭാരം വഹിക്കുക എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾക്കുള്ളത് അവരെ കരുതും നമ്മൾ. അവരെയും ദൈവം സൃഷ്ടിച്ചതാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. കരുതുക. അവർ എൻ്റെ സഹോദരന് വേണ്ടി ഭാരം വഹിക്കാൻ തയ്യാറാകും. മറ്റൊന്ന് അവരെ കെയർ ചെയ്യും, അവരെ കരുതും. മറ്റൊന്ന് അവർക്ക് വേണ്ടി നമ്മൾക്കുള്ളത് പങ്കുവെക്കുവാൻ തയ്യാറാകും. ഏക മനസ്സോടെ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവർ മുന്നേറും. എൻ്റെ സഹോദരൻ്റെ വളർച്ച എൻ്റെയും വളർച്ചയാണ് എന്നും സഹോദരൻ്റെ തളർച്ച എൻ്റെ തളർച്ചയാണ് എന്നും ഞാൻ തിരിച്ചറിയും. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. അവർ ഏക മനസ്സോടെ പരസ്പരം പങ്കുവച്ചും ഭാരം വഹിച്ചും അവരെ കരുതിയും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അവർ BSc ഉള്ളവരായിരുന്നു. B ബെയറിങ്, S ഷെയറിങ്, C കെയറിങ്. ഇതാണ് യഥാർത്ഥമായ ഒരു സഹോദരനെ നമ്മൾ കാണുക. അപ്പോൾ സഹോദരതുല്യം, നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കാം എന്ന് പറയുമ്പോൾ ഇതാണ് സഹോദരൻ എന്ന് നമ്മൾ തിരിച്ചറിയും. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ സഹോദരതുല്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞു വെച്ചു. തുടർന്ന് പറയുന്നു 11-ാം തിരുവചനം, നിങ്ങൾ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. തീഷ്ണതയിൽ നമുക്ക് മാന്യമുണ്ടാകരുത്. ഏത് കാര്യം ഏറ്റെടുത്താലും അതിൻ്റെ തീഷ്ണതയിൽ മുന്നോട്ട് പോകണം. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, നേതാവായിരിക്കുന്നവൻ തീഷ്ണതയോടെ നയിക്കണം. അപ്പോൾ തീഷ്ണതയിൽ മാന്യം കൂടാതെ ഒരു കാരണവശാലും നമുക്കൊരു തളർച്ച ഉണ്ടാകാൻ പാടില്ല. ദൈവം ഏൽപ്പിച്ചതാണ് എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കണം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഓടുമ്പോൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറണം. ആത്മാവിൽ ജ്വലനം ഉണ്ടാകണം. എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ജ്വലനമുണ്ടാകണം. കരളിൽ കനലും കണ്ണുകളിൽ കനിവും പാദങ്ങളിൽ ചിറകുകളുമായി നാം പറന്ന് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. ഒരു നിമിഷം പോലും നമുക്ക് അവശേഷിക്കുന്നില്ല. ഉള്ള സമയം തീക്ഷണതയോടുകൂടി ആത്മാവിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ഏവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്താം. തളർന്നു പോയവരുണ്ട്, അവർക്ക് വേണ്ടി ഒരു ഊന്നുവടിയാകുവാൻ, എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടി സഹായിക്കാൻ ഒരു കൈത്താങ്ങെന്ന പോലെ നമ്മൾ കരമൊന്ന് നീട്ടിക്കൊടുക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളിലുള്ള ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് അനേകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ, നമ്മൾക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. ദൈവമേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദരതുല്യം സ്നേഹിക്കുവാൻ, തിന്മയെ ദ്വേഷിക്കുവാൻ, നന്മയെ മുറുകെ പിടിക്കുവാൻ, കാപട്യമില്ലാത്ത നിഷ്കളങ്കമായി സ്നേഹിക്കുവാൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവാൻ, ഇന്ന് ആരെയും ചെറുതാക്കി കാണിക്കുവാനാണ് എല്ലാവരും ശ്രദ്ധിക്കുക. കുറവുകൾ പറഞ്ഞു നടക്കുക, നന്മയെല്ലാം മൂടിവെക്കും. പരസ്പരം ബഹുമാനിക്കുവാൻ, ബഹുമാനത്തിൽ മുന്നിട്ട് നിൽക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവമേ നിന്റെ ആത്മാവിന്റെ പ്രവാഹം സമർത്ഥമെന്ന് നിറയട്ടെ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ രോഗികളെയും അവരുടെ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.